കൊച്ചുനാളിലെ അടിച്ചേൽപ്പിച്ച് പ്രാർത്ഥിപ്പിച്ചു എന്നൊരു സങ്കടം റേനുവിന് കിടപ്പുണ്ട്. കുറച്ചധികം പള്ളിപ്പോക്കിൻ്റെ വിക്റ്റിമാണ്, അതിൻ്റെ ഒരു വിക്റ്റിമാണ്. റേനു അതിനകത്ത് ചിന്തിക്കേണ്ടതെന്ന് അറിയാമോ? പള്ളിയിൽ പോയത് മാത്രമല്ല, ബാക്കി എല്ലാം ഇതുപോലെയായിരുന്നു. റേനുവിനെ കഴിപ്പിച്ചത് ഇതുപോലെയായിരുന്നു, കുളിപ്പിച്ചത് ഇതുപോലെയായിരുന്നു, സ്കൂളിൽ കൊണ്ടുപോയത് ഇതുപോലെയായിരുന്നു. എല്ലാം ഒരു ടോർച്ചറിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ആ കാലത്ത്. നമ്മളൊന്നും അത്ര താല്പര്യത്തോടെ ഒന്നും ആ കാലത്ത് ചെയ്തിട്ടില്ല. അതിലൊന്നു മാത്രമാണ് പ്രാർത്ഥന. മറ്റതൊക്കെ നമ്മൾ പിന്നീട് എൻജോയ് ചെയ്ത് തുടങ്ങിയപ്പോൾ അതൊന്നും ഒരു കുറ്റമല്ലാതെ മാറുകയും പ്രാർത്ഥന ഇപ്പോഴും അത്ര ഒരു എൻജോയ്മെൻറ്റ് ഫാക്ടർ അല്ലാത്തതുകൊണ്ട് അതിനെ നമ്മൾ കുറ്റമാക്കി വെച്ചെന്നേ ഉള്ളൂ. ഉദാഹരണത്തിന് ചെറുപ്പത്തിൽ വാക്സിനേഷൻ എടുത്തത് റേനുവിൻ്റെ അമ്മ ചോദിച്ചു, റേനു വേദന എടുക്കും, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, നീ പറ എന്ന് പറഞ്ഞ് തലയാട്ട് കിട്ടിയിട്ടാണോ ഇഞ്ചക്ഷൻ എടുത്തത്? അല്ല. എന്താ ചെയ്തത്? നല്ലതാണെന്നറിയാവുന്നൊരു കാര്യം അമ്മ റേനുവിന് നൽകി. അതുപോലെയായിരുന്നു ഈ പ്രാർത്ഥനയും സ്പിരിച്വാലിറ്റിയൊക്കെ. അതുങ്ങൾ ശുദ്ധ മനസ്സോടെ ചെയ്തതാണ്. അങ്ങനെ അതിനെ മനസ്സിലാക്കുന്നത്. അവരറിഞ്ഞൊരു നല്ലതിനെ, ഒരു നേരിനെ അവരുടെ കുട്ടി നേരത്തെ അറിയണമെന്ന് ആഗ്രഹിച്ചു.